ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ പുറത്തു പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ക്യൂട്ട് സ്റ്റേഷനറിയുടെ ഹോളാണ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ വാങ്ങിച്ച ഈ ഒരു ക്യൂട്ട് ഡയറി ആയിരുന്നു. ഇതിനകത്ത് കുറെ ടു ഡു പ്ലാനർ അങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ കലണ്ടർ, അതെല്ലാം ഉള്ള ഒരു ഡയറി. അത് നല്ലൊരു ഭംഗിയുള്ള സാധനമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഈ 2 മിനി നോട്ട്ബുക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ, ഈ ഹലോ കിറ്റിയുടെ തീമിൽ വരുന്ന 2 പിന്നെ ഞാൻ വാങ്ങിച്ച ഈ ഒരു ബ്ലൂ കളറിൽ ഒരു ബുക്കായിരുന്നു. ഇത് ഞാൻ ജേർണലിംഗ് ചെയ്യാന്നുള്ള പ്ലാനിലാണ് വാങ്ങിച്ചത്. അവിടെ ഞാൻ അൺറോൾഡ് ആയിട്ടുള്ള നോക്കിയായിരുന്നു, പക്ഷെ റോൾഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട കവറുള്ള പിന്നെ ഈ ഒരു പെൻസെറ്റും ഈ 2 ക്യൂട്ട് പേനയും വാങ്ങിച്ചു. പിന്നെ ഞാൻ കുറച്ച് ആൽക്കഹോൾ മാർക്കേഴ്സ് വാങ്ങിച്ചായിരുന്നേ. അതിന്റെ ഷെയ്ഡൊക്കെ ഞാൻ ഇടയ്ക്ക് എവിടെയാണ് എഡിറ്റ് ചെയ്തപ്പോൾ വെച്ചത്. അപ്പൊ അത് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ കാണും. അപ്പൊ ഇതൊക്കെ നല്ല ഡ്യുവൽ ടിപ്പ് ഉള്ള നല്ല ആൽക്കഹോൾ മാർക്കേഴ്സ് ആയിരുന്നു. ഇത് ഞാൻ അടുത്തൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് തന്നെ ഓൺലൈനിലുള്ളതിനേക്കാളും പ്രൈസ് കുറവിലായിരുന്നു എനിക്കിത് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിനകത്ത് ആകെ പ്രശ്നം പറ്റിയത് ഒരു ബ്ലൂ കളർ മാർക്കർ ഉണ്ടായിരുന്നു. അതിന്റെ ടിപ്പ് ആക്ച്വലി അതിന്റെ ക്യാപ്പിൽ വരുന്നത് ഒരു ലാവൻഡർ ഷെയ്ഡ് ആയിരുന്നു. അതാന്ന് വിചാരിച്ചെടുത്താണ്. പിന്നെ വന്നപ്പോൾ എനിക്ക് ബ്ലൂ ആണെന്ന് കണ്ടപ്പം കുറച്ച് ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല. പിന്നെ ഒരു നോട്ട് പാഡ് വാങ്ങിച്ചു, കുറച്ച് ഗ്ലിറ്റേഴ്സ് വാങ്ങിച്ചു, പിന്നെ ഈ ഒരു റിബൺ സെറ്റ് വാങ്ങിച്ചു. ഇത് വെച്ചുള്ള അടിപൊളി ക്രാഫ്റ്റ് ഒക്കെ ഇനി വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് 3 കളറിലുള്ള സ്പ്രേ പെയിന്റ് വാങ്ങിച്ചായിരുന്നേ. പെയിന്റ് അടിക്കാനുള്ള മടി കാരണം അങ്ങ് വാങ്ങിച്ചതാണ്. പിന്നെ ഈ 2 പെയിന്റിന്റെ സെറ്റ് വാങ്ങിച്ചായിരുന്നേ. അത് അത്യാവശ്യം നല്ല യൂസ് ഉള്ളൊരു സാധനമാണല്ലോ. എല്ലാ ദിവസവും എല്ലാ ക്രാഫ്റ്റിനും മിക്കവാറും എടുക്കാറുള്ളൊരു സാധനം ആയതുകൊണ്ട് തന്നെ അത് വാങ്ങിച്ചു. പിന്നെ ഒരു 3-4 പശ അങ്ങ് വാങ്ങിച്ചു. പെട്ടെന്നാണ് ഇപ്പൊ പശ തീരുന്നത്. പിന്നെ ഞാൻ ഈ ലേസ് പോലത്തെ എന്തോ ഒരു തുണി വാങ്ങിച്ചു. അത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും കണ്ടപ്പോൾ നല്ല ഭംഗി വന്നിപ്പോൾ അങ്ങ് വാങ്ങിച്ചാണ്. പിന്നെ കുറച്ച് കളർ പേപ്പേഴ്സ്, ഗ്രേപ്പ് പേപ്പർ, കുറച്ച് ഡിസൈനുള്ള പേപ്പറൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ ഈ ബൊക്കറ്റ് ഒക്കെ റാപ്പ് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് പോലത്തെ പേപ്പറില്ല, അത് വാങ്ങിച്ചു. പിന്നെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള പേപ്പർ കട്ടേഴ്സ് വാങ്ങിച്ചായിരുന്നു. ഇത് മൊത്തത്തിൽ എൻ്റെ ഒരു ASMR ഷോ ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ ഇങ്ങനെ അതിന്റെ സൗണ്ട് ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ബാക്ക്ഗ്രൗണ്ടിന്റെ സൗണ്ടാണ് മൊത്തം കിട്ടിയത്. പിന്നെ 2 ഗ്ലൂ സ്റ്റിക്ക് വാങ്ങിച്ചിരുന്നു. പിന്നെ കുറച്ച് ബൊക്കറ്റ് അങ്ങനത്തെ എന്തോ ഷീറ്റ് ആയിരുന്നു. ഒന്നും ഇതുവരെ ഉപയോഗിച്ചില്ല. ഇനി എന്തെങ്കിലും ക്രാഫ്റ്റിനൊക്കെ ആയിട്ട് ഇത് നമ്മൾ വീഡിയോ ഇടും. പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇങ്ങനെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ആയിരുന്നു. ആ ഗ്ലിറ്റേഴ്സിനകത്ത് എന്താണ്ടൊക്കെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് സീഡിന്റെ ഷേപ്പ്, അങ്ങനെ കുറെ ഷേപ്പ് ഒക്കെ ഉള്ളത്. പിന്നെ ഈ ഡോംസിന്റെ കുറച്ച് കളർ സെറ്റ് വാങ്ങിച്ചിരുന്നു. പിന്നെ 2 സിസേഴ്സ് വാങ്ങിച്ചു. പിന്നെ ഒരു ബ്ലാക്ക് ചാർട്ട് പേപ്പർ വാങ്ങിച്ചു. ഫെവിക്വിക്ക്, മറ്റേ ഫ്ലെക്സ് ക്വിക്ക് വാങ്ങിച്ചു. ക്രയോൺസ് വാങ്ങിച്ചു. ഒരു റൂൾഡ് പെന്ന്, മാർക്കർ, കുറച്ച് പേന, അങ്ങനെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ പേനയൊക്കെ ഭയങ്കര ഇഷ്ടമായി. നല്ല ഐസ്തറ്റിക് കളറിലുള്ള ഒരു പേനയായിട്ട് തോന്നി. അപ്പൊ ഇതാണ് ഗൈസ് ആ ആൽക്കഹോൾ മാർക്കറിന്റെ ഷെയ്ഡൊക്കെ. പിന്നെ ഈ കാണുന്ന ഡിസൈൻ പേപ്പർ അത് ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ ഒരു റോൾഡ് ബുക്കിനകത്ത് ഉണ്ടായിരുന്ന. പക്ഷെ നല്ല ഭംഗി തോന്നിയപ്പോൾ ഞാൻ കീറിയെടുത്തു. അതാണ് ഇപ്പൊ കൊണ്ട് കാണിച്ചത്. അപ്പൊ എങ്ങനെയുണ്ട് ഗൈസ്? ഇതാണ് നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ. ഇതൊക്കെയാണ് നമ്മൾ വാങ്ങിച്ച ക്യൂട്ട് സ്റ്റേഷനറീസ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ